നമസ്കാരം. നമ്മുടെ അഫ്സൽ അമീർ, അതായത് ജാസ്മിൻ ജാഫറിനെ കല്യാണം കഴിക്കാനിരുന്ന അല്ലെങ്കിൽ ഉറച്ചിറക്കാനായ അഫ്സൽ അമീർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് പോസ്റ്റിൻ്റെ ചുരുക്കം ഇങ്ങനെയാണ്: ഞാൻ ഈ ബന്ധം ഇവിടെ വെച്ച് നിർത്തുന്നു, ഐ ആം ഡൺ, ഞാൻ എല്ലാം കൊണ്ടും എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് ഭയങ്കര വൈകാരികമായിട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി എഴുതിയ ഒരു പോസ്റ്റ് അവൻ്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൻ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: താങ്ക്സ് ജാസ്മിൻ എന്ന് പറഞ്ഞാണ്, അവൾക്കൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് അവൻ അതിൽ തുടങ്ങുന്നത്. അത് ഞാൻ ഈ പോസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക, പാസ് ചെയ്ത് വായിച്ച് നോക്കുക. ഒരുപാടുണ്ട് അതിനകത്ത്. ഉള്ളടക്കം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നമ്മുടെ ഹൃദയത്തിൽ തൊടുന്ന, അതായത് ജാസ്മിൻ ഇത്രയ്ക്ക് ക്രൂരമായിരുന്നോ എന്ന് തോന്നിപ്പോകുന്ന, ഇങ്ങനെയും സ്ത്രീകളുണ്ടോ എന്ന് തോന്നിപ്പോകുന്ന വരികളാണ്, അവൻ്റെ ഹൃദയം തൊട്ടെഴുതിയ വരികളാണ് അതിനകത്ത് കാണുന്നത്. അതിൽ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെയാണ്: നന്ദിയുണ്ട് ജാസ്മിൻ, എൻ്റെ പേര് ഈ ഷോയിലേക്ക് വലിച്ചിട്ടതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. പിന്നെ അവൻ പറയുന്നു, എന്നെ അവൾ അതിനകത്ത് ഒരു പാർട്ട്ണർ എന്ന നിലയിലാണ് ആദ്യം പരിചയപ്പെടുത്തിയത്. അഫ്സൽ എന്ന് പറഞ്ഞാൽ എന്നെ ഒരു പാർട്ട്ണർ എന്ന നിലയിലാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അതിനുശേഷം ഞാൻ കാണുന്ന സൈഡ് സ്റ്റാൻഡായി മാറുന്നതാണ് കണ്ടത്. അത് നിങ്ങൾക്ക് സൈഡ് സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതൊരു പാഠമാണ്, സിൻസിയർ ലവേഴ്സിന് ഇതൊരു പാഠമാണ്, ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ഇതൊരു പാഠമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. ഞാൻ ഇതുവരെ സൈലൻ്റ് ആയിട്ടാണ് ഇരുന്നത്. ഈ പെൺകുട്ടി കാരണം എനിക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടായി, ഒരുപാട് പിന്നീട് അപകീർത്തിപ്പെടേണ്ടതായിട്ട് വന്നു, ഒരുപാട് മാനസിക സംഘർഷം ഞാൻ അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഭവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ഫാമിലിയോടൊക്കെ ഫൈറ്റ് ചെയ്താണ്, ഞാൻ ഇതുവരെ അവൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്താണ് ഞാൻ അവളെ കൊണ്ടുവന്നത്. നമ്മളുടെ 7 മാസം അത്രയ്ക്ക് നമ്മുടെ സ്നേഹം, നമ്മുടെ ആ ബന്ധം അത്രയ്ക്ക് ഗാഢമായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിനോട് ചോദിച്ചാലൊക്കെ അറിയാം. ഷീ പ്ലേഡ് വിത്ത് മൈ ലൈഫ്, മൈ ഫീലിംഗുമായിട്ടും, എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം കൊണ്ടും എൻ്റെ ഫീലിങ്സ് കൊണ്ടും എൻ്റെ ഡ്രീംസ്, എൻ്റെ സ്വപ്നങ്ങളെയൊക്കെയാണ് ഇവിടെ തച്ചുടച്ചത്. ഐ ഹാവ് എ ഫീലിംഗ് ലൈക്ക് എ യൂസ് ആൻഡ് ത്രോ മെറ്റീരിയൽ. ഞാനൊരു യൂസ് ആൻഡ് ത്രോ ഒരു മെറ്റീരിയൽ ആയിട്ടാണ് അവൾ കണ്ടത് എന്നെനിക്ക് മനസ്സിലാവുന്നു. ഇഫ് യു വാണ്ട് ടു സീ ഹൗ ചീറ്റിംഗ് ഈസ് ഡൺ ഇൻ പബ്ലിക് ഷോ, യെസ്റ്റർഡേ BB വീക്കെൻഡ് എപ്പിസോഡ് വാസ് ദ പെർഫെക്റ്റ് എക്സാമ്പിൾ. എങ്ങനെയാണ്, ഇഫ് യു വാണ്ട് ടു സീ ഹൗ ചീറ്റിംഗ് ഈസ് ഡൺ ഓൺ പബ്ലിക് ഷോ, എങ്ങനെയാണ് ചീറ്റിംഗ് എങ്ങനെയാണ് ചെയ്തത്, ഒരു പബ്ലിക് ഷോയിൽ എങ്ങനെയാണ് ചെയ്തത് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എക്സ്ട്രാ അതായത് ലാലേട്ടൻ വന്ന വീക്കെൻഡ് എപ്പിസോഡ് കാണണം. അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് പുള്ളി പറയുന്നുണ്ട്. ഇതിൽ പുള്ളി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്: ജാസ്മിൻ ആ വീടിനകത്ത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നത് എന്ന് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് വീക്കെൻഡിൽ മോഹൻലാൽ ലാലേട്ടൻ നിൽക്കുമ്പോൾ പറയുന്നുണ്ട്, പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ അവിടെ നിൽക്കുന്ന അതായത് ഈ ഗബ്രിക്ക് വേണ്ടിയിട്ട് തൻ്റെ പ്രണയം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് എത്ര ഡിസ്കസ്റ്റിംഗ് ആണ് എന്നുള്ള രീതിയിലാണ്. അത്രയ്ക്ക് അറിയാമല്ലോ നമുക്ക് ആ ഒരു വേദന. നമ്മളൊരു പ്രണയിച്ച ആൾ പുറത്തുണ്ട്, എന്നിട്ട് മറ്റൊരാളെ കണ്ടപ്പോൾ പ്രണയം തുളുമ്പി നിൽക്കുന്നു, അതെനിക്ക് ഞാനിങ്ങനെ പിടിച്ച് നിർത്തിയിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ആർക്കായാലും സങ്കടം തോന്നിപ്പോകും. എന്തായാലും ഒരുപാടുണ്ട്, നിങ്ങളത് വായിച്ചു നോക്കിയാൽ ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആണ് അവൻ്റെ വരികൾ. പിന്നെ വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്: ഞാനല്ല പഴയ റിലേഷൻ പോകാൻ കാരണം, ഞാനല്ല എന്നാണ് അഫ്സൽ പറയുന്നത്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൾ എന്നെ ചതിച്ചു എന്ന അങ്ങനെ ഒരുപാട്. ഞാൻ ഇത്രയും കാലം ഞാൻ പറഞ്ഞില്ല, ഇന്നലെ വരെ അവന് ആ ഒരു പ്രതീക്ഷ, ആ ലാലേട്ടൻ്റെ വീക്കെൻഡ് എപ്പിസോഡ് വരുന്നവരെ ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തച്ചുടച്ചുകൊണ്ടാണ് ജാസ്മിൻ എന്ന് പറയുന്ന ആ അവളെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയത്തില്ല, അവളെയാണ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ആൾക്കാർ, മനസ്സിലായി, അവളെയാണ് സപ്പോർട്ട് ചെയ്തത്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുറത്തൊരാളുണ്ട്, അഫ്സൽ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാൾക്കൊരു ഹൃദയമുണ്ട്, അയാളുടെ മെൻ്റൽ സ്ട്രെസ്സ് എത്രയെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ജാസ്മിൻ അവിടെ കിടന്ന് കരഞ്ഞു കൂട്ടുന്നത്, വിളിച്ച് കൂട്ടുന്നത് തൻ്റെ തെണ്ടിത്തരത്തിന് മറയാക്കാൻ വേണ്ടിയിട്ടാണ്, മനസ്സിലായോ? തൻ്റെ വൃത്തികേടിന്, തൻ്റെ നെറുകേടിന് മറയാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടെ കിടന്ന് വിളിച്ചു പോകുന്നത്, അല്ലാതെ മറ്റൊന്നിനുമല്ല. ആ പാവം ഇത്രയും കാലം 7 മാസം ഈ പറയുന്ന തൻ്റെ ഫാമിലിയും എല്ലാം വെറുപ്പിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി കാത്തു നിന്നു, അവൾക്ക് വേണ്ടി തൻ്റെ സർവ്വവും കൊടുത്തു. അവൻ എൻ്റെ ഉള്ളതെല്ലാം കൊടുത്തു, ഞാൻ അവൾ അത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് പോലും അവളെനിക്ക് തന്ന ഉത്തരം, അല്ലെങ്കിൽ എനിക്ക് തന്ന ഫലം ഇതായിരുന്നു എന്നുള്ളതാണ്. ഒരു സിൻസിയറായിട്ട് ആരെയും പ്രേമിക്കാൻ പറ്റില്ല. ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇത് പാഠമായിരിക്കട്ടെ. പ്രണയത്തിൽ ചതിയുടെ സിമ്പിളായി ജാസ്മിൻ ഇനി എന്നും ഉണ്ടാകും. നമുക്ക് വീണ്ടും കാണാം. ജയ്.